ജീവിതത്തിൽ പല ഗെറ്റ് റെഡി വിത്ത് മീ കണ്ടിട്ടുണ്ടെങ്കിലും സർജറിക്കുള്ള ഗെറ്റ് റെഡി വിത്ത് മീ ആണ് എൻ്റെ. അതിനകത്ത് ഖേദകരമായൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം ഞാൻ ഊരിക്കൊണ്ടിരിക്കുന്ന മൂക്കുത്തി ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് കുത്തിയതാണ്. അതൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇപ്പുറത്തെ എൻ്റെ മൂക്കുത്തിയുണ്ട്, ബുഗാണ്ടി കുത്തിയിട്ടുണ്ടായിരുന്നു. ഇതൊക്കെയെന്ന് വെച്ചാൽ ഊരുക എന്ന് പറയുമ്പോൾ തന്നെ ഭയങ്കര സങ്കടമായിരുന്നു. ഞാൻ സിസ്റ്ററിനോട് ചോദിച്ചു, സിസ്റ്ററെ മൂക്കുത്തി ഊരേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു. പിന്നെ ഊരണം, ഓപ്പറേഷൻ സമയത്തൊന്നും പാടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആ മൂക്കുത്തി ഊരി കറക്റ്റായിട്ട് വെച്ചു. അത് കഴിഞ്ഞിട്ടായിരുന്നു എൻ്റെ അടുത്ത ടാസ്ക്. അതൊരു 1.5 ടാസ്ക്കായിരുന്നു. കാരണം 4 ദിവസമായിട്ടുള്ളൂ, 4-5 ദിവസമായിട്ടുള്ളൂ മൂക്ക് കുത്തിയിട്ട്. അത് കൈ ഒടിഞ്ഞും കൂടി ഇരിക്കുന്നത് കാരണം കയ്യിൽ കുഴയിലൊരൊടിവുണ്ട്, പിന്നെ വിരലിൽ ഒടിവുണ്ടായിരുന്നു. അപ്പോൾ അതെങ്ങനെ ഊരണമെന്ന് എനിക്കൊരു ഐഡിയ കിട്ടുന്നുണ്ടായിരുന്നില്ല. ഇതൊക്കെ സംഭവിക്കുന്ന രാവിലെ 3 മണിക്കാട്ടോ. എനിക്ക് ഏകദേശം 2-2:30 ആയപ്പോൾ എൻ്റെ ഉറക്കം പോയി. കയ്യിൽ ട്രിപ്പ് ഇട്ടുണ്ടായിരുന്നു പെയിൻറ്റ്. അപ്പോൾ ഞാൻ സിസ്റ്ററിനോട് ടോയ്ലറ്റിൽ പോകണം, എന്നോട് തലേ ദിവസമേ ഇതെല്ലാം ഊരി വെക്കണം എന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ടോയ്ലറ്റിൽ പോകണമെന്ന് പറഞ്ഞു. ശരിക്കും പോകണമായിരുന്നു. പോയിട്ട് വന്നിട്ട് ഞാൻ പിന്നെ എൻ്റെ ഓർണമെൻറ്റ്സൊക്കെ ഊരി വെച്ചു. എനിക്ക് ഒന്നാമത്തെ ബുഗാണ്ടി എങ്ങനെ ഊരണേന്ന് പോലും എനിക്കറിയില്ലായിരുന്നു. തലേ ദിവസമായിരുന്നെങ്കിൽ അനിയത്തി മോളൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ ഊരിക്കായിരുന്നു. പക്ഷേ എനിക്കത് പറ്റിയില്ല. ഞാൻ വളരെ കഷ്ടപ്പെട്ട് ഭയങ്കര സങ്കടമായിപ്പോയി. കാരണം ഞാൻ ഭയങ്കര ആഗ്രഹിച്ച് കുത്തിയത്. ആരുടെ പ്രാക്കാണെന്നറിയില്ല ഊരി വെക്കേണ്ടി വന്നത്. പക്ഷേ ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ആക്സിഡൻറ്റ് വരുത്തിയത് ഞാൻ വേറെ വണ്ടിയായിട്ട് ഇടിച്ചതോ തട്ടിയതോ മുട്ടിയതോ ഒന്നുമല്ല. പെട്ടെന്ന് എനിക്കൊന്ന് ബ്ലാങ്ക് ആയിപ്പോയി. എന്താ സംഭവിച്ചതെന്നൊരു ഐഡൻറ്റിറ്റി ഇല്ലാതെ എവിടെന്നോ ഒരു വണ്ടി ചീറിപ്പാഞ്ഞ് വന്നത് ഞാൻ കണ്ടു. പക്ഷെ ശരിക്കും അങ്ങനെ ഒരു വണ്ടി വന്നായിരുന്നു എന്താ ഒരു ഐഡിയ ഇല്ലാതെ പോയി. എന്നാണേലും പറ്റി, കൈ ഒടിഞ്ഞു, കാലൊടിഞ്ഞു, മുഖത്തിന് ചതഞ്ഞു. ആസ് യൂഷ്വൽ ഞാനെപ്പോൾ വണ്ടിയിൽ നിന്ന് വീണാലും അല്ലെങ്കിൽ വീട്ടിൽ വീണാലും എൻ്റെ മോന്തയ്ക്ക് ഈ ഭാഗത്ത് തന്നെ പരിക്കും. അതെന്നാന്ന് എനിക്ക് ഇതുവരെ ഒരു ഐഡിയയും കിട്ടിയിട്ടില്ല. പിന്നെ ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാനിതൊക്കെ ഊരണം കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും പയ്യെ അമ്മ വന്നു. എനിക്കത് ഊരാനായിട്ട് നടപടിയാവില്ലെന്നറിയാം. കാരണം കൈക്ക് നല്ല വേദന ഉണ്ടായിരുന്നു. എനിക്ക് ഒരുമാതിരിപ്പെട്ട വേദനയൊക്കെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്യും. പക്ഷേ എനിക്ക് അത്രയ്ക്ക് വലിയൊരു പ്രശ്നമൊന്നും തോന്നിയില്ല. പക്ഷേ എനിക്ക് സർജറി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഭയങ്കര പെയിനായിരുന്നു. പിന്നെ ഈ ഇഞ്ചക്ഷൻ എടുത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ടും ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അമ്മ വന്നിട്ട് പറഞ്ഞു, അമ്മേൻ്റെ അടുത്ത് പറഞ്ഞു, അമ്മ ഹെൽപ്പ് ചെയ്ത് തരാം. അമ്മയും ഈ കമ്മലും ശങ്കതിരിയും ഒന്നും അമ്മയുടെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. അപ്പം അമ്മയോട് ഞാൻ പറഞ്ഞു, അമ്മ അത് തിരിക്കുകയാണോ വലിക്കുകയാണോ എന്നറിയില്ല. ഞാൻ ശരിക്കും ഇത് ഇന്നലെ തന്നെ തൊമ്മനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ തൊമ്മൻ ഫോൺ എടുത്തില്ല. പിന്നെ തൊമ്മൻ മെസ്സേജ് അയച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു, ഇത് ഊരണോ എങ്ങനെയാണെന്ന് അറിയില്ല, അതുകൊണ്ടാണെന്ന് പറഞ്ഞു. അപ്പോൾ ഊരണം എങ്ങനെയാണെന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. പിന്നെ ഞാൻ മെസ്സേജിൽ ഞാനത് ചോദിച്ചില്ല, വിട്ടുപോയായിരുന്നു. അത് കഴിഞ്ഞ് അമ്മയോട് ഞാൻ പറഞ്ഞു, അമ്മയൊന്ന് തിരിച്ച് നോക്ക് എന്ന് പറഞ്ഞു. അപ്പം അമ്മ ഓടി വന്ന് അമ്മ എന്നെ ഹെൽപ്പ് ചെയ്തു. അമ്മ അങ്ങനെ ഹെൽപ്പ് ചെയ്തു. പിന്നെ അമ്മ അത് 2 ഊരി തന്നു. അതിൽ ഒരെണ്ണത്തിൻ്റെ ശങ്കതിരി എവിടെയോ പോയി. കുഴപ്പമില്ല എന്ന് ഞാൻ പറഞ്ഞു, സാരമില്ല. ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് സർജറി കഴിഞ്ഞാലും ഇത്രയും 3-4 ദിവസമല്ലേ ഉള്ളൂ. ഇത്രയും സമയം കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും, ഒരു ദിവസം കഴിയുമ്പോഴത്തേക്കും എന്തായാലും ഇതൊക്കെ അടഞ്ഞു പോകും. അപ്പോൾ പിന്നെ ഇതൊക്കെ മാറിയതിന് ശേഷം ഒന്നുകൂടെ കുത്താം എന്നുള്ളൊരു ധാരണയിലാണ് ഞാൻ ഇരിക്കുന്നത്. പക്ഷേ എനിക്ക് നല്ല പെയിനുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഇങ്ങനെയൊക്കെ കൈയൊക്കെ പിടിക്കുന്നുണ്ട്. ഇപ്പം ഞാൻ വോയിസ് ഓവർ ചെയ്യുന്ന എൻ്റെ സർജറിയൊക്കെ കഴിഞ്ഞതിന് ശേഷം എൻ്റെ പൊന്നെ ഒരു രക്ഷയില്ലാത്ത വേദന. നമ്മുടെ കൈ ഇങ്ങനെ ബാക്കിലേക്ക് പിടിച്ച് ആരോ തിരിക്കില്ലേ, അത്രയും നല്ല പെയിനുണ്ട്. നല്ല പെയിൻ എന്ന് വെച്ചാൽ നല്ല പെയിനുണ്ട്. അമ്മ വീട്ടിൽ പോയി പാപ്പിനെ സ്കൂളിലാക്കാൻ അമ്മ കണ്ണാടിയൊക്കെ വെച്ചിട്ടാണ് നോക്കുന്നത്. എന്തായാലും എൻ്റെ സർജറിയൊക്കെ കഴിഞ്ഞു. സർജറിയൊക്കെ നല്ല സക്സസ്സായി എന്ന് പ്രതീക്ഷിക്കുന്നു. ഇനിയിപ്പോൾ എനിക്കൊരു 45 ദിവസത്തെ റെസ്റ്റ് ഉണ്ട്. ഈ 45 ദിവസത്തെ റെസ്റ്റിൽ ഞാൻ എന്ന് എൻ്റർടൈൻമെൻറ്റാണ് ചെയ്യണമെന്ന് വിചാരിച്ചാൽ 2 കൈയും വയ്യ. എന്നാലും പക്ഷേ എനിക്ക് ഒരു കൈ ഓക്കെ ആയിരിക്കും. ഇപ്പോൾ ഒരു കയ്യിൽ ട്രിപ്പുണ്ട്, ഒരു കയ്യിൽ പ്ലാസ്റ്റർ ഉണ്ട്. വളരെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയാണ് ഞാനിപ്പോൾ വോയിസ് ഓവറൊക്കെ കൊടുക്കുന്നത്. പക്ഷേ എന്നാലും വീട്ടിലെ 45 ദിവസത്തെ റെസ്റ്റിൽ എനിക്ക് എന്തായാലും എന്തിനെങ്കിലൊക്കെ സമയം കിട്ടും. അത് കൂടുതലും എനിക്ക് തോന്നുന്ന സോഷ്യൽ മീഡിയയിലായിരിക്കും.
എൻ്റെ വെറുപ്പുകളും ചവിട്ടും കുത്തും എല്ലാം കാണാൻ തയ്യാറായിക്കൊള്ളൂ. ബാക്കി വിശേഷങ്ങളൊക്കെ പിന്നെ പറയാം. ഓക്കെ, ഇതായിരുന്നു എൻ്റെ സർജറിക്കുള്ള ഗെറ്റ് റെഡി വിത്ത് മീ. അതിനുശേഷം ഞാൻ അതിൻ്റെ ഡ്രസ്സൊക്കെ മാറി അതിൻ്റെ ഫോട്ടോസ് പിന്നിടാം.